Hi guys, once again welcome back. Yes, സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. ഒരുപാട് കൺസേൺസ് ആണ് കുട്ടികൾ നിരന്തരമായി ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഇത്രയും നേരമായിട്ട് എനിക്ക് ഒരു ഒഴിവില്ലാത്ത രീതിയിൽ കുട്ടികൾ മെസ്സേജ് കൊണ്ട് അവർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു അഡ്മിഷൻസ് അലോട്ട്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കാം, ഇന്ന് ഈ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് നമുക്ക് ശരിക്കും അലോട്ട്മെന്റ് കിട്ടാതിരിക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന എന്ത് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ എന്ത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിൽ നിങ്ങൾ ഇവിടുന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് +1 അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്തത് എന്ന കൃത്യമായ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്ന നിർബന്ധമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് നമ്മളെ ബാക്കി വീഡിയോ നിങ്ങൾ കാണട്ടോ. ആദ്യത്തെ കാര്യം മാർക്ക് തന്നെയാണ്. മാർക്ക് വലിയൊരു ഫാക്ടറാണ്. നമ്മൾ A+ന്റെ എണ്ണം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും അഡ്മിഷൻ കിട്ടാത്തത്. അപ്പോൾ മാർക്ക് വലിയൊരു ഘടകം തന്നെയാണ്. അതിൽ നമുക്ക് സംശയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. മാർക്ക് A+, ഫുൾ A+ ഉള്ള കുട്ടികളാണെങ്കിൽ ഇപ്പോഴും അടുത്ത ചോദ്യം വരാണ്ട്, സാറേ എനിക്ക് ഫുൾ A+ ഉണ്ട്. ഇന്നലെ എനിക്കൊരു ഒരുപാട് പാരൻസ് ഇന്നലെ മാർക്ക് ലിസ്റ്റ് അയച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, സാറേ ഫുൾ A+ ഉണ്ട്, ഇതുവരെ അഡ്മിഷൻ കിട്ടില്ല, ടെൻഷനാണ് എൻ്റെ മക്കൾക്ക്, ഞങ്ങൾ എന്താ ചെയ്യുക? എല്ലാവരും പറഞ്ഞു, അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഫുൾ A+ ആണ്, പേടിക്കാനുള്ള ഫസ്റ്റ് അലോട്ട്മെന്റിലെ ട്രയലിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എന്താ കിട്ടാത്തതെന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. അപ്പോൾ A+ന്റെ എണ്ണം, ഫുൾ A+ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ A+ന്റെ എണ്ണം ഓരോന്ന് കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ ചാൻസ് കുറയും എന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചില A+ എണ്ണം കംപ്ലീറ്റ് ആണെങ്കിൽ എന്തായാലും കിട്ടും. 1-2 A+ എണ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല. അത് നമുക്ക് എവിടെ പരിഹരിക്കാം? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അത് പരിഹരിക്കേണ്ടത്. A+ന്റെ എണ്ണം കുറവുള്ള ആൾ. ഓക്കെ, അപ്പോൾ A+ മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമില്ല. രണ്ടാമത്തത് നമ്പർ ഓഫ് സ്കൂൾ. നിങ്ങൾ എത്ര സ്കൂളാണ് അലോട്ട്മെന്റ് കൊടുത്തത്? ഇന്നലെ വന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഞെട്ടിച്ചൊരു കാര്യം, പല ആളുകളും ഫുൾ A+ ഉണ്ട് എന്ന് വിചാരിച്ച് വെറും 2 സ്കൂൾ കൊടുത്ത പാരൻസ് ഉണ്ട്, 4 സ്കൂൾ 5 സ്കൂളിൽ മാത്രം കൊടുത്ത പാരൻസ് ഉണ്ട്. അവരെ പാരൻസിനെ കുറ്റം പറയല്ലോ ഞാൻ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ വിചാരിക്കുക, ഫുൾ A+ ഉണ്ട്, നമ്മൾ എന്ത് പേടിക്കാനാണ്, ഫസ്റ്റ് ഓൾമ എൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ എന്താ സംഭവം? നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ കൊടുത്ത അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്കൂളായിരിക്കും. ഒരു സ്കൂളിൽ ഞാൻ ആലോചിക്കും 1, 2, 3. ഓക്കെ, ഇത് ഓരോ സ്കൂളിലെ പേരായിരിക്കാം. എനിക്ക് ABCD എന്നുണ്ട്, ABC 3 സ്കൂളാണ്. ഇവിടെ സ്കൂളിൽ സീറ്റ് 60 സീറ്റ്, ഇവിടെ 60 സീറ്റ്, ഇവിടെ 60 സീറ്റ്. റെഡി? നിങ്ങളെ മക്കൾക്ക് ഫുൾ A+ ഉണ്ട്. ഓക്കെ, നല്ല കാര്യം. ആ ഫുൾ A+ ഉള്ള കുട്ടി നിങ്ങൾ എന്ത് ചെയ്യാണ്? ഈ ഓരോ സ്കൂൾ, ആകെ 3 സ്കൂളാണ് അഡ്മിഷൻ കൊടുത്തതായിരിക്കാം. എറൗണ്ട് ഓരോ സ്കൂളിലേക്കും 1000-ലധികം കുട്ടികളായിരിക്കും എന്ത് ചെയ്യുക, അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കുക. അതിൽ എത്ര കുട്ടിക്ക് ഫുൾ A+ ഉണ്ടാവും? 1000 ഫുൾ A+ ഉള്ള കുട്ടികൾ ഈ A എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് അപേക്ഷിച്ചെന്ന് വിചാരിക്കുക. എന്നാലും 940 കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ ആകെ എത്ര സീറ്റേ ഉള്ളൂ? 60 സീറ്റ് അവിടെ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക? അവരെന്താ നോക്കുക? A+ന് അപ്പുറത്തേക്ക് എന്തൊക്കെയാ കുട്ടിക്കുണ്ട്? അവിടെയാണ് നമ്മുടെ ബോണസ് പോയിന്റ് നോക്കുക. അതേ താലൂക്കിലാണോ, അതേ പഞ്ചായത്തിലാണോ, അതേ മുനിസിപ്പാലിറ്റിയിലാണോ, ഈ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ എന്ത് കൊടുക്കും? ബോണസ് പോയിന്റ് കിട്ടും. ഓഡിറ്റ്. അതുപോലെ തന്നെ അവന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കും. അതുകൊണ്ട് നിങ്ങൾ 1, 2, 3 സ്കൂളിൽ കൊടുത്താൽ പോരാ, 50 സ്കൂൾ കൊടുക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. നമുക്ക് ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഒന്നാമത്തെ ഘടകമാണ്. നമ്പർ ഓഫ് നിങ്ങൾ സ്കൂളിന്റെ എണ്ണം കുറച്ച് കൊടുത്തതോ നിങ്ങളെ അഡ്മിഷനെ ബാധിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യത കുറച്ചൊരു ഘടകമാണ്. അപ്പോൾ എന്താണ്, നമ്പർ ഓഫ് സ്കൂൾ നിങ്ങൾ മാക്സിമം കൊടുക്കണമായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 20 സ്കൂളെങ്കിൽ, ഒരു 10-15 സ്കൂളെങ്കിൽ നിങ്ങൾ കൊടുക്കണമായിരുന്നു. എങ്കിലേ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കയറി പറ്റാൻ സാധിക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കസിൻ്റെ, ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കുന്ന എൻ്റെ കസിന്, അവൾക്ക് ഞാൻ കൊടുത്ത സ്കൂളിലാണ് എനിക്ക് തോന്നുന്നു 16-17 സ്കൂൾ കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയത് 8ാമത്തെ ഓപ്ഷനാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് അതേ ഓപ്ഷൻ കിട്ടി. സെക്കൻഡ് അലോട്ട്മെന്റ് 7ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ താൽക്കാലികമായി ജോയിൻ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അവർക്ക് ആകെ 9 A+ ഉള്ളൂ. ഒരു A+, ഹിന്ദിയിൽ A+ നഷ്ടപ്പെട്ട. അപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ചെറിയ രീതിയിലാണ് ആ വ്യത്യാസം വരുന്നത്. അടുത്തത് റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ SC ST വിഭാഗത്തിന്, അതുപോലെ തന്നെ പിന്നെ OBC-കാർക്ക് ഒരു ചെറിയ റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വിമുക്ത ഭടന്മാർ, ആ കാറ്റഗറിയിലൊക്കെ വരുന്ന ആളുകൾക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പെർസെൻറ്റേജ് സീറ്റ് എവിടെ പോകും? ഈ റിസർവേഷൻ അങ്ങോട്ട് പോകും. അപ്പോൾ ജനറൽ കാറ്റഗറിയിലെ ആളുകൾക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കില്ല. അടുത്തത് സ്ട്രീമിൻ്റെ ഡിമാൻഡാണ്. ഇത് ഭയങ്കര ഒരു സാധനമാണ്. കാരണം കമ്പാരിറ്റീവ്ലി ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് സയൻസ് ആയി മാറുന്നുണ്ട്. അപ്പോൾ സയൻസിന് ഡിമാൻഡ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിലെ സബ്ജക്ട് ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? ആ സബ്ജക്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യും? കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ഇഷ്ടമില്ലാത്തൊരു സ്ട്രീം ഞാൻ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. സ്ട്രീമിന് ഡിമാൻഡ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ സയൻസിന് എല്ലാവർക്കും വേണ്ടി വരും. അപ്പോൾ എല്ലാവരും സയൻസിൽ കൊടുക്കുമ്പോൾ സയൻസിൽ അത്ര സീറ്റ് കൊടുക്കാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല.
ചിലപ്പോൾ ഫസ്റ്റ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്കൂളിൽ 60 സീറ്റുകൾ, ആ ഫസ്റ്റ് അലോട്ട്മെന്റ് കൊടുത്ത കുട്ടികളൊക്കെ ഹൈ മാർക്ക് ഈ പറഞ്ഞ NCC NSS ആ പരിപാടികളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടൂല. അപ്പോൾ അവരൊക്കെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ പല സ്കൂളിലും കൊടുത്തു കാണുമല്ലോ. ഒരു സ്കൂളല്ല കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഒരു A എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. ആ A എന്ന് പറഞ്ഞ സ്കൂളിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. ഇതേ കുട്ടി Bയിലും Cയിലും D E ഉൾപ്പെടെ 10-20 സ്കൂളിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ ആ കുട്ടിക്ക് Aയിൽ അഡ്മിഷൻ പെർമനന്റ് ആയി എടുത്തു കഴിഞ്ഞാൽ ഇവിടത്തെ ഒക്കെ ആ കുട്ടി പോയി. അപ്പോൾ സ്വാഭാവികം ആ സ്കൂളിനൊക്കെ കുട്ടീൻ്റെ റാങ്ക് കട്ടായി. അപ്പോൾ ആ സ്കൂളിൽ വെയിറ്റിംഗ് കുട്ടികളുടെ റാങ്ക് മേലോട്ട് കയറുമല്ലോ. ഇതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ തേർഡ് അലോട്ട്മെന്റ് ഒക്കെ കഴിയുമ്പോൾ പല ആളുകൾ ഇപ്പോൾ ടെമ്പററി ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും കഴിയുമ്പോൾ എന്തായാലും അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾ ഏതെങ്കിലും സ്കൂളിൽ പെർമനന്റ് ആയി ജോയിൻ ചെയ്യും. പെർമനന്റ് ആയി ജോയിൻ ചെയ്യുമ്പോൾ ഈ രീതിയിൽ റാങ്കിൽ വലിയൊരു വ്യത്യാസം അങ്ങ് വരും. അപ്പോൾ കുറേ സ്കൂൾ എന്ത് ചെയ്യും, സീറ്റ് ഒഴിവ് വരും. ഇതൊരു റിലാക്സേഷൻ കാര്യമാണ്. നിങ്ങൾ സമാധാനത്തിൽ കേൾക്കുക. എന്തായാലും സീറ്റ് ഒഴിവ് വരും. ഓക്കെ. അപ്പോൾ സ്ട്രീമിന്റെ ഡിമാൻഡും അതുപോലെ തന്നെ ഈ പറഞ്ഞ റാങ്കിൽ വരുന്ന വ്യത്യാസം, നമ്മൾ ഈ പെർമനന്റ് ആൻഡ് ടെമ്പററി പെർമനന്റ് ജോയിൻ ചെയ്യുമ്പോൾ ഉള്ളൊരു വ്യത്യാസമാണ് ഈ കാര്യം. ഇത് ക്ലിയർ ആയല്ലോ. പിന്നെ അടുത്താണ് ഈ ബോണസ് പോയിന്റ്. ഞാൻ പറഞ്ഞ പോലെ ബോണസ് പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ ചുറ്റുപാടും ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഞങ്ങൾക്ക്? ഒന്ന് ഞങ്ങളെ തൊട്ടടുത്തുള്ള സ്കൂൾ ഒന്നുണ്ട്, 2, 3, 4, 5ഓളം വരുന്ന സ്കൂൾ എൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. പക്ഷേ എൻ്റെ കസിന് പിന്നെ ആകെ 2 സ്കൂളാണ് കിട്ടിയത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പിന്നെ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിൻ്റെയും കോർപ്പറേഷൻ്റെയും ബോർഡറിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു 1-2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഞങ്ങൾ ബോർഡറിലാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരുപാട് സ്കൂളുകൾ പറഞ്ഞ ബെസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞ പല സ്കൂളുകളും അതൊക്കെ 1, 2, 3, 4ഓളം വരുന്ന ഏറ്റവും ബെസ്റ്റ് സ്കൂളുകൾ അടുത്തടുത്താണ്. അതൊക്കെ എവിടെയാണ്? അതൊക്കെ കോർപ്പറേഷനിലാണ്. അപ്പോൾ അവിടെ ബോണസ് പോയിന്റ് അവർക്ക് കിട്ടൂല. അവൾ പഞ്ചായത്തിൽ വിടുന്നതാണ്. അപ്പോൾ ആ ബോണസ് പോയിന്റ് ഇല്ലാത്ത കാരണമാണ് അവർക്ക് ആ സ്കൂളിൽ കിട്ടാത്തത്. അപ്പോൾ ഈ ബോണസ് പോയിന്റ് വലിയ റോളുണ്ട്. നമ്മളെ പഞ്ചായത്താണോ നമ്മുടെ മുനിസിപ്പാലിറ്റി ആണോ നമ്മൾ പഠിച്ച സ്കൂളാണോ, ഇതിനൊക്കെ ബോണസ് പോയിന്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് അഡ്മിഷൻ കിട്ടാതെ അല്ലെങ്കിൽ കിട്ടാതിരിക്കുക എന്നൊരു സാഹചര്യം വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കൊരു ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിൽ എന്താണ് എൻ്റെ അഡ്മിഷനെ നിലവിൽ കിട്ടാതിരിക്കാനുള്ള വിഷയം എന്നുള്ളത്. ഓക്കെ. ഫുൾ A+ കുട്ടികളുണ്ട്, കിട്ടാത്ത വിഷയം മറ്റൊന്നുമല്ല. എന്താണ് നിങ്ങൾ കൊടുത്ത സ്കൂളിൻ്റെ എണ്ണം കുറവാണ്. പിന്നെ ആ സ്ട്രീമിന് വരുന്ന ഡിമാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബോണസ് പോയിന്റ് ഒക്കെ അതിന് കിട്ടാതിരിക്കാനുള്ള കാരണം. പിന്നെ വിഷമകരമായ കാരണം ഫുൾ A+ കിട്ടിയിട്ടും ഒരു കുട്ടിക്ക് ഒരു സ്കൂൾ +1 അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, ഇത്രയും ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ ചേഞ്ചസ് നമ്മുടെ സിസ്റ്റത്തിൽ വരുത്താൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് വളരെ സമാധാനത്തിൽ നിങ്ങൾ കാത്തിരിക്കുക. ഈ സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടും. അല്ലെങ്കിൽ സപ്ലിമെൻ്ററി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. നിങ്ങൾ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് വിചാരിച്ച് പെട്ടെന്നേ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്യൊന്നും വേണ്ട. നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യ്, അഡ്മിഷൻ കിട്ടും. റെഡി? അപ്പോൾ ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് നമ്പർ ഉണ്ട്. അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ ചോദിച്ചതന്നെ ഞാൻ വീഡിയോ ചെയ്ത കാര്യങ്ങൾ തന്നെ പല കുട്ടികളും ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ അക്കൗണ്ട് കയറി വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. ആ കാര്യങ്ങളാണോ നിങ്ങളുടെ സംശയം ഒന്ന് ക്ലിയർ ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു 90% കുട്ടികൾ വീണ്ടും ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, പിന്നെ എനിക്ക് കിട്ടിയ അതേ സ്കൂളിൽ തന്നെയാണ് വീണ്ടും കിട്ടി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ സ്കൂളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കിട്ടിയ അതേ സ്കൂളാണ് കിട്ടിയെങ്കിൽ ഒന്ന് വിളിച്ചു പറയാം, ഞാൻ വീണ്ടും അവിടെ ടെമ്പററി ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. അത്ര പരിപാടിയുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കാറ്. ഒരുപാട് മെസ്സേജ് വരുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് ചിലപ്പോൾ താഴോട്ടായി പോകുന്നതാണ്, അല്ല നിങ്ങളുടെ മൈൻഡ് ചെയ്യാത്ത വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണ് കാര്യം, സത്യാവസ്ഥ അറിഞ്ഞിരിക്കുക, സീറ്റ് കിട്ടും, സമാധാനത്തിലിരിക്കുക.